മാസ്റ്റർ കെ അക്കാഡമിയുടെ ഹോർട്ടിക്കൾച്ചർ സെഷൻസ് ആണ് ഇപ്പം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫ്ലോറിക്കൾച്ചർ ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ആദ്യത്തെ പോർഷനാണ് ഇന്നിപ്പം ഞാൻ അതിലെ കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കൂടുതലായിട്ടും കവർ ചെയ്തിരിക്കുന്നത് ഫ്ലോറിക്കൾച്ചറിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പോർഷൻസും പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ഫ്ലവേഴ്സ് എന്നുള്ള, അതായത് കട്ട് ഫ്ലവേഴ്സ്, ലൂസ് ഫ്ലവേഴ്സ്, കൊമേഴ്ഷ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, POP-യിലും കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഗ്ലോബൽ സിനേറിയോ പഠിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഇസ് ദ ലീഡിംഗ് കൺട്രി ഇൻ ഫ്ലവർ ആൻഡ് ഫ്ലവർ പ്രോഡക്ട്സ് എക്സ്പോർട്ട്? ഫ്ലവർ ആൻഡ് ഫ്ലവർ പ്രോഡക്ട്സ് എക്സ്പോർട്ടിൽ ലീഡിംഗ് കൺട്രി ഏതാണ്? USA, നെതർലാൻഡ്സ്, ജർമ്മനി, ബൾഗേറിയ എന്നുള്ളത് തുടങ്ങിയതാണ് ഓപ്ഷൻസ്. ഇതിനകത്ത് മിക്കവാറും എല്ലാ വർഷവും ഗ്ലോബലി ഇത് അങ്ങനെ ചേഞ്ച് ചെയ്യാറില്ല. ഇത് എക്സ്പോർട്ട് ആണോ ഇമ്പോർട്ട് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഇതിനകത്ത് എക്സ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ഇത് വേരിയേഷൻസ് വരുന്ന ആൻസർ അല്ല. മിക്കവാറും എല്ലാ ഇയറിലും ഇതേ ആൻസർ തന്നെയാണ്. നെതർലാൻഡ്സ് ആണ്. കുറച്ച് കൂടുതൽ വർഷങ്ങളായിട്ട് നെതർലാൻഡ്സ് തന്നെയാണ് ലീഡിംഗ് എക്സ്പോർട്ടേഴ്സ് ഓഫ് കട്ട് ഫ്ലവേഴ്സ്, ലൈവ് പ്ലാന്റ്സ്, കട്ട് ഫോളിയേജസ്, ബൾബ്, ട്യൂബർ, കോംസ്, റൈസോംസ്. ഇത് ഏത് ചോദിച്ചാലും ഉത്തരം നെതർലാൻഡ്സ് തന്നെയാണ്. പിന്നെ ഇമ്പോർട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഫ്ലോറിക്കൾച്ചറൽ പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടേഴ്സ്, അതുപോലെ ലൈവ് പ്ലാന്റ്സ്, ബൾബ്സ്, ട്യൂബേഴ്സ്, കോംസ്, റൈസോംസ്, ഇതെല്ലാത്തിന്റെയും ലീഡിംഗ് ഇമ്പോർട്ടേഴ്സ് ജർമ്മനിയാണ്. പിന്നെ കട്ട് ഫ്ലവേഴ്സിന്റെ പ്രത്യേകിച്ച് കട്ട് ഫ്ലവേഴ്സിന്റെ ലീഡിംഗ് ഇമ്പോർട്ടേഴ്സ് USA ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പെർഫ്യൂമറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ബൾഗേറിയയാണ്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇതും കൂടെ പറയാം. ഫോളിയേജ് ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്നത് അപ്പോപ്ക, ഫ്ലോറിഡയിലെ ഒരു സ്ഥലമാണ് അപ്പോപ്ക. ഫ്ലോറിഡയിലെ അപ്പോപ്കയാണ് ഫോളിയേജ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഫ്ലോറിക്കൾച്ചർ റിലേറ്റഡ് പ്രോഡക്ട്സ്, ഡ്രൈ ഫ്ലവർ പ്രോഡക്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് USA-ലോട്ടൊക്കെയാണ്. USA ആണ് അതിൽ ഫസ്റ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിച്ച് ഇസ് ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ഫ്ലവർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ? കർണാടക, തമിഴ്നാട്, മധ്യപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇത് നമ്മൾ പണ്ട് പഠിക്കുമ്പം ഇതിന്റെ ആൻസർ കർണാടക എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ആൻസർ തമിഴ്നാടുമാണ്. തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. ഇത് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ നമ്മുടെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ സെക്കൻഡ് അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ് 2023-24 പ്രകാരമാണ്. അതിൽ ഇങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ സെവറൽ സ്റ്റേറ്റ്സ് വിത്ത് തമിഴ്നാടു 21%, കർണാടക 16%, മധ്യപ്രദേശ് 14% ആൻഡ് വെസ്റ്റ് ബംഗാൾ 12%. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നത് തമിഴ്നാടുവിനാണ്. അത് മാത്രമല്ല ബാക്കി ഏരിയ പ്രൊഡക്ഷൻ്റെ ഒക്കെ ഫിഗേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏരിയ അണ്ടർ ഫ്ലോറിക്കൾച്ചർ പ്രൊഡക്ഷൻ 285,000 ഹെക്ടേഴ്സ്, പ്രൊഡക്ഷൻ ലൂസ് ഫ്ലവേഴ്സ് 2,284,000-ഉം കട്ട് ഫ്ലവേഴ്സിൻ്റെത് 947,000 ടൺസും ആണ്. ഓക്കെ, ഇതെല്ലാം ആ ഒരു അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റിന്റെ കണക്ക് പ്രകാരം വരുന്നതാണ്. ഇനി അടുത്തത് ഡയറക്ടറേറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഇന്ത്യയിലെ ഡയറക്ടറേറ്റ് ഓഫ് ഫ്ലോറിക്കൾച്ചർ എവിടെയാണുള്ളത്? ലക്നൗ, ബാംഗ്ലൂർ, പൂനെ ആൻഡ് ഗുർഗാവൺ. ഇതിന്റെ ആൻസർ വരുന്നത് പൂനെയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസിലെല്ലാം ഓരോ പ്രധാനപ്പെട്ട ഹോർട്ടിക്കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഫ്ലോറിക്കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇതുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഒന്ന് ലക്നൌവിലാണെങ്കിൽ NBRI, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ. ഫ്ലോറിക്കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെറൈറ്റീസ് NBRIയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിലാണെങ്കിൽ IAHR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്, വളരെ പ്രധാനമായിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്റ്റേഷനാണ്. പിന്നെ ഗുർഗാവൺ എന്ന് പറയുന്ന ഹരിയാനയിലെ ഗുർഗാവൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞിരിക്കുക. ഇനി ഇത് റിപ്പീറ്റഡ് ആയിട്ട് മിക്കവാറും ഉള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്, ഇപ്പൊ IBPSന്റെ എക്സാമിന് പോലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രൂട്ട് ടൈപ്പ് ഓഫ് റോസ്. ഫ്രൂട്ട് ടൈപ്പ് ഓഫ് റോസ് ഏതാണ് എന്നുള്ളതാണ്. ഡ്രൂപ്പ്, ഹിപ്സ്, ബെറി ആൻഡ് ബാലസ്റ്റ്. ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻസർ ഹിപ്സ് ആണ്. റോസ് ഹിപ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എഡിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ റോസ് ഹിപ്സ്. അതിന്റെ പ്രത്യേകത അതിന് വൈറ്റമിൻ C ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. 150 mg/100 gram എന്നുള്ള നിരക്കിൽ അതിനകത്ത് വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു മെഡിസിനൽ വാല്യൂം കൂടി ഉയർത്തുന്ന ഒരു സാധനം. അപ്പം ഫ്രൂട്ട് ടൈപ്പ് ഓഫ് റോസ് എന്ന് പറയുന്നത് ഹിപ്സ് ആണ്.
ഇനി അടുത്തത് റോസിന്റെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ച് ദി ഫോളോയിങ് ആണിത്. റോസിന് ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്തുള്ള ഇപ്പം റോസ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണെങ്കിൽ, റോസ് വാട്ടർ വാട്ടർ ഡിസ്റ്റിലേഷൻ ഓഫ് റോസ് പെറ്റൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാച്ച് ചെയ്യേണ്ടത് 1-നെ 3-ആയിട്ടാണ്. അടുത്തത് ഗുൽക്കണ്ട്. ഗുൽക്കണ്ട് എന്ന് പറയുന്നത് നമ്മൾ അത് എഡിബിൾ ആയിട്ടുള്ളൊരു റോസിന്റെ പ്രോഡക്റ്റ് ആണ്. അത് യഥാർത്ഥത്തിൽ റോസ് പെറ്റലും ഷുഗറും 1:1 റേഷ്യോയിൽ ഉണ്ടാക്കുന്ന ഒരു മിക്സ്ചറാണ്. ഇത് വാങ്ങിക്കാനൊക്കെ കിട്ടും. അത് നല്ലൊരു ലാക്സേറ്റീവ് ആണ്. ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് മെഡിസിനൽ ഇതായിട്ട് വാല്യൂ ഉണ്ട സാധനങ്ങളാണ് ഗുൽക്കണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഡിസേർട്ട് പോലുള്ള സാധനങ്ങളെല്ലാം ഗുൽക്കണ്ട് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഗുൽക്കണ്ടിനെ മാച്ച് ചെയ്യേണ്ടത് 4 മിക്സ്ചർ ഓഫ് റോസ് പെറ്റൽ ആൻഡ് ഷുഗർ ഇൻ എ റേഷ്യോ 1:1. അടുത്തത് പങ്കുരിയാണ്. പങ്കുരി എന്ന് പറയുന്നത് ഡ്രൈഡ് റോസ് പെറ്റൽസ് ആണ്. ഡ്രൈഡ് റോസ് പെറ്റൽസ് അതിപ്പം സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഡിസേർട്സിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചത് റോസ് ഹിപ്സ് എന്താണെന്നുള്ളത്, അത് ഫ്രൂട്ട് ഓഫ് റോസ് ആണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത്, മാച്ച് ചെയ്യുന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി റോസിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ് റോസ് ഓയിൽ. റോസ് ഓയിൽ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. റോസ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി. നമ്മൾ വാട്ടർ ഡിസ്റ്റിലേഷൻ വഴിയാണ് റോസ് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ, ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് കുറച്ച് എന്താ റോസസിനെ നമ്മൾ വളർത്തുന്നുണ്ട്. അതായത് റോസയിലെ ഒരുപാട് സ്പീഷീസ് ഉള്ളതിനകത്ത് റോസ ഡെമസീന, റോസ ബോർബോണിയാന, റോസ സെന്റിഫോളിയ മുതലായിട്ടുള്ള റോസ് സ്പീഷീസുകളൊക്കെ റോസ് ഓയിൽ ഉണ്ടാക്കാനായിട്ടാണ് എസ്പെഷ്യലി വളർത്തുന്നത്. അതിൽ തന്നെ ഡെമാസ്ക് റോസിന്റെ കോമൺ സയന്റിഫിക് നെയിം ആണ് റോസ ഡെമസീന. അതിൽ തന്നെ നൂർജഹാൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി എസ്പെഷ്യലി ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി മാത്രമായിട്ട് വളർത്തുന്ന ഒരു വെറൈറ്റിയാണ്. ഇനി ഇതിന് എത്ര ഓയിൽ കിട്ടും എന്നുള്ള കണക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ 1 കിലോഗ്രാം റോസ് ഓയിൽ കിട്ടണമെങ്കിൽ 3000 തൊട്ട് 4000 കിലോഗ്രാം റോസ് പെറ്റൽസ് ആണ് സ്റ്റീം ഡിസ്റ്റിലേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത്രയും ഉപയോഗിച്ചാലേ അത്രയും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത്. അതായത് 3 to 4 ടൺ, 3000 തൊട്ട് 4000 കിലോഗ്രാം റോസ് പെറ്റൽസ് ഉപയോഗിച്ചാലേ 1 കിലോഗ്രാം റോസ് ഓയിൽ കിട്ടും. ഇനി റോസ് ഓയിലിന് ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് പറയുന്നത്, ഇത് എല്ലാ ഓയിലിനകത്ത്, എസെൻഷ്യൽ ഓയിലിനകത്ത് അതിനകത്തൊരു മേജർ കെമിക്കൽ കോമ്പോണന്റ് കാണും. അപ്പൊ റോസ് ഓയിലിൽ ഏറ്റവും മേജർ ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് സിട്രോനെല്ലോൾ ആണ്. ഓക്കെ, സിട്രോനെല്ലോൾ. അതുകൊണ്ടാണ് അതിന് പെർഫ്യൂമറി വളരെ പ്രധാനമാണ് ഈ റോസ് ഓയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ഹോർട്ടിക്കൾച്ചറിൽ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനകത്ത് ഫ്ലോറികൾച്ചറിലും പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, റിഡ്ജസ് ഓഫ് ഗ്രീൻ ഹൗസസ് ആർ ഓൾവേസ് ഓറിയന്റഡ് ഇൻ ഡാഷ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ് റിഡ്ജസ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈസ്റ്റ് വെസ്റ്റ് ആണോ, നോർത്ത് സൗത്ത് ആണോ, നോർത്ത് വെസ്റ്റ് ആണോ, സൗത്ത് ഈസ്റ്റ് ആണോ? ആൻസർ വരുന്നത് നോർത്ത് സൗത്ത് ആണ്. അതായത് അത് കാറ്റിന്റെ ഇതിനും ലൈറ്റിന്റെ കറക്റ്റായിട്ട് സൺലൈറ്റിന്റെ റേസ് വന്ന് വീഴാനും അതുപോലെ കാറ്റിനനുസരിച്ചൊക്കെയാണ് പൊതുവെ ഈ ഗ്രീൻ ഹൗസുകൾ ഓറിയന്റ് ചെയ്യുന്നത്. കേരളത്തിന്റെ കണ്ടീഷൻസ് പ്രകാരം, കേരളത്തിന് ഒരു ട്രോപ്പിക്കൽ കണ്ടീഷനാണ്, അതിന്റെ കണ്ടീഷൻ പ്രകാരം കേരളത്തിലെ ഗ്രീൻ ഹൗസസിന് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ റിക്വയർമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് 25 to 30 ഡിഗ്രി സെൽഷ്യസ് വിത്ത് എ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് 60 to 80% ആൻഡ് എ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഓഫ് 600 to 700 ppm ആണ് വരുന്നത്. ഇനി നമുക്കിപ്പോൾ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനകത്ത് ഗ്രീൻ ഹൗസസ് എന്ന് പൊതുവെ പറയുന്നെങ്കിൽ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നൊക്കെ അറിയായിരിക്കും. അതുപോലെ പോളി ഹൗസ് എന്നും ഗ്രീൻ ഹൗസ് എന്നും ഒക്കെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ആണ്. പക്ഷെ ഇതിനെ എല്ലാത്തിനും ഓരോ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം ഈ ഫോട്ടോയിൽ 2 കൊടുത്തിരിക്കുന്നത് ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഗേബിൾ ഷേപ്പ് ഉള്ള, അതായത് ഗേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റൂഫ് വരുന്നതാണ് ഗേബിൾ ഷേപ്പ്. കോൺസെറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആർച്ച് ഷേപ്പ് വരുന്നത്. ഇങ്ങനെ ഷേപ്പിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമാണിത്. ഇതുപോലെ ഇഷ്ടം പോലെ ക്ലാസിഫിക്കേഷൻ ഗ്രീൻ ഹൗസസിനുണ്ട്. അതായത് അതിന്റെ സ്പാൻ വെച്ച്, സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നതെല്ലാം സിംഗിൾ സ്പാൻ ആണ്, അതായത് ഒരൊറ്റ സ്ട്രക്ചറേ ഉള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി നമ്മൾ തമിഴ്നാട് കർണാടകയിലൊക്കെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ മൾട്ടി സ്പാൻ ആയിട്ടുള്ള ഗ്രീൻ ഹൗസസ് ഒരുപാട് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ നാച്ചുറലി വെന്റിലേറ്റഡ് ആണോ, അത് ആർട്ടിഫിഷ്യലി
വെന്റിലേറ്റഡ് ആണോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടംപോലെ ക്ലാസിഫിക്കേഷൻ ഈ ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നതിനകത്തുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് ഇത്രയും എന്തായാലും കാര്യമായിട്ട് അറിഞ്ഞിരിക്കുക. നോർത്ത് സൗത്ത് ആണ് അതിന്റെ ഓറിയന്റേഷൻ വരുന്നത്. ഒപ്റ്റിമം ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ഇത് ഇത്രയും കേരളത്തിന്റെ കണ്ടീഷൻ എസ്പെഷ്യലി പറയുന്നതാണ്. ഇനി ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബോൺസായി ഈസ് ദ ജാപ്പനീസ് ആർട്ട് ഓഫ് ഗ്രോയിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് എ പ്ലാന്റ് ടു എ മിനിയേച്ചർ ഫോം ഹാവിംഗ് എ നാച്ചുറൽ ലുക്ക് ഓഫ് ഓൾഡ് ഏജ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബോൺസായി കൾച്ചർ ഇസ് ഒറിജിനേറ്റഡ് ഇൻ ജപ്പാൻ എന്നാണ്. ബോൺസായി എന്താണ് എന്നുള്ളതാണ് ആ ആദ്യം പറയുന്ന എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്താണ് ബോൺസായി എന്ന് പറയുന്നത്. ബോൺസായി ഏത് ഫോം ഓഫ് ആർട്ടാണ്, എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ആൻസർ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ തെറ്റ് എന്താണെന്നുള്ളതാണ്. ജാപ്പനീസ് ആർട്ടാണ്, അത് ശരിയാണ്. പക്ഷെ എന്നും പറഞ്ഞത് ജപ്പാനിലല്ല ഒറിജിനേറ്റ് ചെയ്തത്, ചൈനയിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതാണ് അതിന്റെ തെറ്റ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ബോൺസായി ഒരു ജാപ്പനീസ് ആർട്ടാണ്, പക്ഷെ അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഒരുപാട് സ്റ്റൈൽസ് ഓഫ് ബോൺസായി അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആണത്. ബോൺസായി തന്നെ ഫോർമൽ അപ്രൈറ്റ്, ഇൻഫോർമൽ അപ്രൈറ്റ്, വിൻഡ് സ്വെപ്റ്റ്, സ്ലാൻഡിംഗ്, സെമി കാസ്കേഡ്, ഫുൾ കാസ്കേഡ്, മൾട്ടിപ്പിൾ ട്രങ്ക്സ്, ഗ്രൂപ്പ് പ്ലാന്റിംഗ്, റാഫ്റ്റ്, ബ്രൂം, റോക്ക് ഗ്രോൺ, അങ്ങനെ പല 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 സ്റ്റൈൽ ഓഫ് ബോൺസായിസ് ഉണ്ട്. ഇനി നമ്മുടെ ഇതിനകത്തുള്ള നമ്മൾ ഗാർഡനിങ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന ഇതിനകത്ത് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോൺ. നിങ്ങൾ പഠിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് പഠിക്കണം. അതായത് ലോൺ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെ ഗ്രാസസ് ആണെന്നുള്ളത്, അതിന്റെ സയന്റിഫിക് നെയിമും, അത് വാം സീസൺ ആണോ കൂൾ സീസൺ ആണോ എന്നുള്ളത്, പിന്നെ അതിന്റെ പ്ലാന്റിങ്, പിന്നെ മെയിൻ്റനൻസ്, പിന്നെ അതിന്റെ ഈ മെയിൻ്റനൻസിൽ തന്നെയാണ് ഈ ഡിസീസ് പെസ്റ്റ് ഒക്കെ വരുന്നത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ലോണിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയി വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് കോമൺ ലോൺ ഗ്രാസ് യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ലോൺ ഗ്രാസ് ഏതാണ്? ഓപ്ഷൻ എ ബർമുഡ ഗ്രാസ്, ഓപ്ഷൻ ബി സെയിന്റ് അഗസ്റ്റീൻ ഗ്രാസ്, ഓപ്ഷൻ സി ഫെസ്ക്യൂ ഗ്രാസ് ആൻഡ് ഓപ്ഷൻ ഡി കെൻറ്റക്കി ബ്ലൂ ഗ്രാസ്. ആൻസർ ഓപ്ഷൻ എ ബർമുഡ ഗ്രാസ് ആണ്. അത് തന്നെയാണ് ഹരിയാലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈനഡോൺ ഡാക്ടിലോൺ എന്ന് പറയുന്നതാണ് കോമൺ നെയിം വരുന്നത്. ഇനി ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വാം സീസൺ ഗ്രാസസ് ആൻഡ് കൂൾ സീസൺ ഗ്രാസസ്. അതിനകത്ത് വരുന്ന ഗ്രാസസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. വാം സീസൺ ഗ്രാസസിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഹരിയാലി ഓർ ട്യൂബ് ഗ്രാസ്, സൈനഡോൺ ഡാക്ടിലോൺ. പിന്നെ ഇപ്പം കോമൺ ആയിട്ട് ലാൻഡ്സ്കേപ്പിങ്ങിന് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ബഫലോ ഗ്രാസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് സെയിന്റ് അഗസ്റ്റീൻ ഗ്രാസ് എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം സ്റ്റീനോടേഫ്രം സീക്കണ്ടേറ്റം എന്നാണ്. പിന്നെ ഇത് കൂടാതെ ജപ്പാൻ ഗ്രാസ് എന്ന് പറയുന്നത് സൊയ്സിയ ജാപ്പോണിക്ക, പിന്നെ സൊയ്സിയ മെട്രല്ല, മനില ഗ്രാസ് എന്നാണ് അതിന്റെ കോമൺ നെയിം. ഇതെല്ലാം നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാം സീസൺ ഗ്രാസസ് ആണ്. ഇനി കൂൾ സീസൺ ഗ്രാസസ് പൊതുവേ ഇന്ത്യയിൽ ഉണ്ടാവാറില്ല, കുറച്ച് കോൾഡർ ആയിട്ടുള്ള കൺട്രീസിലാണ് ഉണ്ടാവാറ്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് ആനുവൽ ബ്ലൂ ഗ്രാസ് പോവ ആനുവ, കെൻറ്റക്കി ബ്ലൂ ഗ്രാസ് പ്രോവ പ്രാറ്റൻസിസ്, ക്രീപ്പിംഗ് ബ്രെൻ ഗ്രാസ് എന്ന് പറയുന്ന അഗ്രോസ്റ്റസ് പോളിസ്ട്രസ്. ഓക്കെ, ഇതാണ് വാം സീസൺ ഗ്രാസസിന്റെയും കൂൾ സീസൺ ഗ്രാസസിന്റെയും ക്ലാസിഫിക്കേഷൻ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ് ഓഫ് ലോൺ? ഒരു ലോൺ പ്ലാന്റിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സീഡ് സോയിങ്, ഓപ്ഷൻ ബി ഡിബ്ലിംഗ്, ഓപ്ഷൻ സി ടർഫ് പ്ലാസ്റ്ററിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദി അബവ് ഉണ്ട്. അപ്പം ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സും പ്ലാന്റിംഗ് ഓഫ് ലോണ് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം വിച്ച് ഇസ് ദ എന്താണ് ചീപ്പസ്റ്റ് മെത്തേഡ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ വേറെ വന്നെ. വിച്ച് ഇസ് ദി ഫാസ്റ്റസ്റ്റ് മെത്തേഡ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വേറൊരു ഓപ്ഷൻ വന്നെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഈ പറഞ്ഞ എല്ലാം മെത്തേഡ്സ് ആണ് പ്ലാന്റിംഗ് ഓഫ് ഗ്രാസസിന്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് സീഡ് സോയിങ്. സീഡ് സോയിങ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ലാൻഡ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് സീഡ് നടുക എന്നുള്ളതാണ്. അതിന്റെ റേറ്റ് വരുന്നത് 200 സ്ക്വയർ മീറ്റർ ഏരിയയ്ക്ക് 500 ഗ്രാം സീഡ്സ് ആണ് റിക്വയർമെന്റ് വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഒരു 3 to 5 വീക്സ് എടുക്കും ഈ സീഡ്സ് തന്നെ ജെർമിനേറ്റ് ചെയ്ത് വരാനായിട്ട്. പിന്നെ വരുന്ന ഒരു മെത്തേഡാണ് ഡിബ്ലിംഗ്. ഡിബ്ലിംഗ് എന്ന് പറയുന്നത് പൊതുവേ കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ലോ ആണ്. പക്ഷെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ചീപ്പസ്റ്റ് മെത്തേഡാണ്. ഡിബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ജെർമിനേറ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടായിരിക്കുന്ന തൈകൾ നമ്മൾ നട്ട് വെക്കും, പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലാൻഡിൽ. അത്രേ ഉള്ളൂ. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ള ഒരു സമയമുണ്ട്. അതുകൊണ്ട് അതൊരു സ്ലോസ്റ്റ് മെത്തേഡായിട്ട് തന്നെ നമുക്ക് പറയണം. പിന്നെ വരുന്നത് ടർഫിംഗ് ആണ്.
ടർഫിങ്ങിന്റെ വേറൊരു പേരാണ് സോഡ് മെത്തേഡ്. ഇതാണ് ബെസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് മെത്തേഡ് ഓഫ് പ്ലാന്റിങ് എ ലോൺ. ഇപ്പൊ പൊതുവേ ആൾക്കാരൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ടർഫിംഗ് ആണ് ചെയ്യുന്നത്. കാര്യം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഇത് കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡിലേക്ക് റോൾ ചെയ്തായിരിക്കും കൊണ്ടുവരിക. അത് കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡിൽ വെച്ച് അത് അങ്ങ് റോൾ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും ക്വിക്കസ്റ്റ് ആയിട്ടാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്. പക്ഷെ ഈ സാധനത്തിന് നല്ല കോസ്റ്റ് ആവും, അതാണ് ഒരു പ്രശ്നം. പിന്നെ വരുന്നത് ബ്രിക്കിംഗ് ആണ്. ബ്രിക്കിംഗ് ആക്ച്വലി ഒരു പ്ലാന്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റിംഗ് ആണ്, പക്ഷെ അത് മെയിൻ്റെനൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ആണ്. അതായത് നമ്മൾ നല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലോൺ ആണെങ്കിൽ, ലോൺ ഭയങ്കര മെയിൻ്റെനൻസ് ഉള്ള ഒരു സാധനമാണ് ഒരു ഗാർഡനകത്ത്. ഈ വെൽ മെയിൻറ്റെയിൻഡ് ലാൻഡിൽ ഇപ്പൊ ലോണിൽ ഇപ്പൊ ചെറിയ ഒരു പോർഷനിൽ മാത്രം എന്തെങ്കിലും ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ കുറച്ച് ചാഫി ആയിട്ടുള്ള ഗ്രാസ് ഉണ്ട് എന്നുള്ളതെങ്കിൽ നമുക്ക് മൊത്തം ലോണും അതിന് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പീസ് കൊണ്ടുവന്ന് അതിനകത്ത് ഇൻസേർട്ട് ചെയ്താൽ മതി. അതിനെയാണ് ബ്രിക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെത്തേഡാണ് ടർഫ് പ്ലാസ്റ്ററിങ്. ടർഫ് പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ പൊതുവേ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്, സോയില്, ഓർഗാനിക് മാനുവർ, പിന്നെ നമ്മൾ ഈ സ്റ്റോളോൺ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ നടുന്ന സാധനം ഇല്ലേ ഗ്രാസിന്റെ, അത് എല്ലാം കൂടെ മിക്സ് ആക്കും. മിക്സ് ആക്കിയിട്ട് ഇത് കൊണ്ടുവന്ന് ഈ നല്ലപോലെ ലാൻഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലാൻഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തേക്കുകയാണ്, പ്ലാസ്റ്റർ ചെയ്യണം. അതിനെയാണ് ടർഫ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇതൊന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് അല്ല. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് നോക്കി വേണം ആൻസർ ചെയ്യാൻ. അപ്പം ചീപ്പസ്റ്റ് ആൻഡ് സ്ലോവസ്റ്റ് മെത്തേഡ് എന്നുള്ള ഒരു പേര് ഡിബ്ലിങ്ങിനാണുള്ളത്. പിന്നെ ബെസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടർഫിംഗ് ആണ്. പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ഇനി പിന്നെ ഒരു ലോൺ ഗ്രാസുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്, നമ്മൾ എപ്പോഴും ലോൺ ഗ്രാസിനെ മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിന് മീതെ വളരാൻ അനുവദിക്കാറില്ല. ആ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ദ ലോൺ ഗ്രാസ് ഷുഡ് നെവർ ബി അലൗഡ് ടു ഗ്രോ മോർ ദാൻ 5 സെന്റിമീറ്റർ. അതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ലോൺ ഷുഡ് ബി ഇറിഗേറ്റഡ് അപ് ടു എ ഡെപ്ത് ഓഫ്. നമ്മൾ ലോൺ ഇറിഗേഷൻ ചെയ്യുമ്പോഴത്തേക്കും എത്ര ഡെപ്തിലാണ് ഇറിഗേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. 5 സെന്റിമീറ്റർ ആണോ, 10 സെന്റിമീറ്റർ ആണോ, 15 ആണോ, 1 സെന്റിമീറ്റർ? ആൻസർ വരുന്നത് 15 സെന്റിമീറ്റർ ആണ്. ലോണിന്റെ വാട്ടറിങ്ങിന് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണ്. ഈ വാട്ടറിങ്ങും ഇതും എല്ലാം മെയിൻ്റെനൻസിൽ വരുന്നതാണ്. മെയിൻ്റെനൻസിനകത്ത് റോളിംഗ്, മൂവിങ്, മാനുവറിങ്, സ്ക്രേപ്പിംഗ്, റേക്കിംഗ്, വാട്ടറിങ് ആൻഡ് വീഡിങ് ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റോളിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഗ്രൗണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കാനും എപ്പോഴും ഗ്രാസ് സോയിലായിട്ട് കോണ്ടാക്റ്റിൽ ഇങ്ങനെ നിർത്താനും വേണ്ടിയാണ് റോളിംഗ് ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻ ആണ് മൂവിങ്. നേരത്തെ പറഞ്ഞില്ലേ 5 സെന്റിമീറ്റർ ഹൈറ്റ് വരാവുള്ളൂ. അതിനിങ്ങനെ കറക്റ്റ് ആയിട്ട് അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താലേ നല്ല ക്വാളിറ്റിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലോൺ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ലോൺ മോവർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഇൻവെന്റ് ചെയ്യുന്നത് എഡ്വിൻ ബഡ്ഡിംഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പിന്നെ ഇതുപോലെ 2-3 കാര്യങ്ങളുള്ളത് സ്ക്രേപ്പിംഗ്, റേക്കിംഗ്. സ്ക്രേപ്പിംഗും റേക്കിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ലോണിന്റെ ഒരു ടെൻഡർനെസ് നിലനിർത്താനാണ്. അതായത് ഇടയ്ക്കുള്ള ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് റേക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആ പാച്ചി ആയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള ഡിസീസ്ഡ് ആയിട്ടുള്ള പോർഷൻ എല്ലാം അങ്ങ് വിളകിപ്പോവും. അപ്പൊ അത് ആ ഒരു ലോണിന് പിന്നെയും ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് കാരണമാവും. അതാണ് സ്ക്രേപ്പിംഗ് ആൻഡ് റേക്കിംഗ്. ഇനി അടുത്തത് ദ ടേം ബയോ എസ്തെറ്റിക് പ്ലാനിംഗ് വാസ് കോയിൻഡ് ബൈ. ആരാണ് ഈ ടേം കോയിൻ ചെയ്തത്? റോബർട്ട് ബ്രൗൺ, ജെക്കിയൽ, വില്യം റോബിൻസൺ, ലാൻസലോട്ട് ഹോഗ്ബെൻ. ഇതിന്റെ ആൻസർ വരുന്നത് ലാൻസലോട്ട് ഹോഗ്ബെൻ എന്നുള്ളതാണ്. എന്താണ് ഈ ബയോ എസ്തെറ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്? ആക്ച്വലി ബയോ എസ്തെറ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക, ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയാം. ഇത് ആക്ച്വലി ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ്. പക്ഷെ നമ്മളൊരു ഇപ്പൊ ഒരു അർബൻ ആയിക്കോട്ടെ, റൂറൽ ആയിക്കോട്ടെ, ഒരു ഏരിയ അവിടെ ഉള്ള, അതായത് അവർക്ക് ഇന്നേറ്റ് ആയിട്ടുള്ള അവിടുത്തെ ഹാബിറ്റാറ്റ്, അവിടുത്തെ ചെടികളും മരങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ എസ്തെറ്റിക്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ബയോളജിക്കലിയും അതുപോലെ എസ്തെറ്റിക്കലി എങ്ങനെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ആ ഒരു ടൈപ്പ് പ്ലാനിങ്, അതാണ് ബയോ എസ്തെറ്റിക് പ്ലാനിങ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ബയോ എസ്തെറ്റിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ബയോ എസ്തെറ്റിക്കലി പ്ലാൻഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗറിനെയാണ്. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ബാംഗ്ലൂരിനെയാണ്. ഇനി ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം വില്യം റോബിൻസൺ എന്ന് പറയുന്ന ആളാണ് വൈൽഡ് ഗാർഡനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ ജക്കിയൽ എന്ന് പറയുന്ന ആളാണ്
കോട്ടേജ് ഗാർഡൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഷൻ ഓഫ് ഫ്ലോറിക്കൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ IAHR ഇൻ ദ ഇയർ. IAHR എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? IAHR 1969 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതേസമയം IARA 1983 ഓർത്തിരിക്കുക. ആദ്യം IAHR അത് വരുന്നത്, രണ്ടാമതാണ് IARA വരുന്നത്. ഇനി അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇത് കുറച്ച് കട്ട് ഫ്ലവേഴ്സ് ആണ്. ഇവരെ അവരുടെ ഫാമിലിയുമായാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എപ്പോഴും മാച്ച് ദി ഫോളോയിങ് വരുമ്പോൾ അറിയാന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ള ആദ്യമേ നോക്കുക. ഇപ്പം ഇതെല്ലാം പഠിച്ചു വെക്കണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പൊ ആന്തൂറിയം വരുന്നത് അരേസിയ ഫാമിലിയിലാണ്. ബേർഡ് ഓഫ് പാരഡൈസ് ഇപ്പം അതൊന്നും അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ അത് മാറ്റി വെക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക. ഗ്ലാഡിയോളസിന്റെ ഫാമിലി ഇരിഡേസിയാണ്. ജെർബറയുടെ ഫാമിലി ആസ്റ്ററേസിയാണ്. അപ്പൊ ബേർഡ് ഓഫ് പാരഡൈസിന്റെ ഫാമിലി സ്ട്രെലിറ്റ്സിയേസിയാണ്. ബേർഡ് ഓഫ് പാരഡൈസിന്റെ സയന്റിഫിക് നെയിം സ്ട്രെലിറ്റ്സിയ റെജിനെ എന്നാണ്. അപ്പൊ അതിന്റെ ഫാമിലി സ്ട്രെലിറ്റ്സിയേസി. അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്തത് ആന്തൂറിയമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആന്തൂറിയം ഏൻഡ്രിയാനം ഈസ് എക്കണോമിക്കലി കൾട്ടിവേറ്റഡ് ഫോർ കട്ട് ഫ്ലവേഴ്സ്. അതിന് ചോദ്യമൊന്നുമില്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിപ്ലോയിഡ് ക്രോമോസോം നമ്പർ ഓഫ് ആന്തൂറിയം ഈസ് 2n=30. അത് വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്തൂറിയം പ്രിഫേഴ്സ് ടു ഗ്രോ അണ്ടർ എ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 60% ആൻഡ് എ ടെമ്പറേച്ചർ ഓഫ് നോട്ട് മോർ ദാൻ 18 to 28 ഡിഗ്രി സെൽഷ്യസ്. ഇത് BOP-യിലുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്തൂര്യത്തിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 60% കുറയാൻ പാടില്ല. അതിനത്രയും അങ്ങനെ നമ്മളെ കേരളത്തിന്റെ കറക്റ്റ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻ എക്സാക്റ്റ് ആയിട്ട് വേണ്ട ഒരു ക്രോപ്പാണ് ഈ ആന്തൂറിയം എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ മാത്രം ഒരു ഇച്ചിരി കൺട്രോൾ, അതും എന്നാലും ഒരു 18 to 28 ഡിഗ്രി സെൽഷ്യസ് ഓക്കെയാണ്. അടുത്ത അത് നോക്കുക. കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ ഓഫ് ആന്തൂറിയം ഈസ് ത്രൂ സീഡ്സ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വഴിയാണ് കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷൻ നടത്തുന്നത്? മൈക്രോ പ്രൊപ്പഗേഷൻ വഴിയാണ്. ഇപ്പൊ പൊതുവെ എല്ലാ ഫ്ലവർ ക്രോപ്സ്, അതായത് ഇപ്പൊ ആന്തൂറിയം, ഓർക്കിഡ്സ്, ജെർബറാസ്, ഇതിനെല്ലാം മൈക്രോ പ്രൊപ്പഗേഷൻ വഴിയാണ് കൊമേഴ്ഷ്യലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ ആന്തൂറിയത്തിന്റെ ഫാമിലി എരേസിയാണ് നേരത്തെ പറഞ്ഞു. ആന്തൂറിയം ആൻഡ്രിയാനം എന്നുള്ളതാണ് ഏറ്റവും കോമൺ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന കട്ട് ഫ്ലവർ സ്പീഷീസ് എന്ന് പറഞ്ഞു. അതേസമയം വേറൊരു സ്പീഷീസ് ഉണ്ട്, അതാണ് ആന്തൂറിയം ഷെർസേറിയാനം. അതിന്റെ കോമൺ നെയിം വരുന്നത് ഫ്ലെമിംഗോ ഫ്ലവർ എന്നാണ്. അതിന്റെ ആ കളറും ഷേപ്പും വെച്ചിട്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്. ഇതിന് പുറമെ കുറച്ച് ഫോളേജ് സ്പീഷീസുകളുണ്ട്. അതിലൊന്ന് ആന്തൂറിയം ക്രിസ്റ്റാലിനും, പിന്നെ ഒന്ന് ആന്തൂറിയം ഫോസ്റ്റോമിരാൻഡെ. പിന്നെ ആന്തൂറിയം ഒരു കട്ട് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ലോങ് സ്റ്റെമ്മോട് കൂടിയാണ്. എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ സ്പാഡിക്സിനകത്ത് 1/4 to 3/4 ഫ്ലവേഴ്സും ഓപ്പൺ ആവുമ്പോഴാണ്. ആ ഓപ്പൺ ആവുന്നത് അതിന്റെ കളർ ചേഞ്ച് വഴിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ആന്തൂറിയത്തിന്റെ ഫ്ലവർ ഇരിക്കുന്നത് ആ തിരിയിലാണ്. ആന്തൂറിയം പൂ അറിയാലോ, അതിൽ ഈ സ്പെയ്ദും സ്പാഡിക്സ് എന്ന് പറയുന്നതാണ് രണ്ട് പോർഷൻ വരുന്നത്. അതിൽ സ്പെയ്ദ് എന്ന് പറയുന്നത് ഇല പോലെ ഇരിക്കുന്ന പോർഷൻ, അത് യഥാർത്ഥത്തില് ബ്രാക്റ്റിന്റെ മോഡിഫിക്കേഷൻ ആണ്, അതല്ല യഥാർത്ഥ ഫ്ലവർ. ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന സ്പാഡിക്സ് എന്ന് പറയുന്നതാണ് തിരി. ഈ തിരിയിനകത്ത് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് ഇരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആന്തൂറിയത്തിന്റെ ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് ആ സ്പാഡിക്സിന് കളർ ചേഞ്ച് ഉണ്ടാവും. അതിനനുസരിച്ചാണ് ആന്തൂറിയത്തിന്റെ പൂക്കളെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓർക്കിഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി പെയർഡ്? ഓർക്കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓർക്കിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, മോണോപോഡിയൽ ഓർക്കിഡ്സ് ആൻഡ് സിംപോഡിയൽ ഓർക്കിഡ്സ്. അത് കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഇതിനകത്ത് ഡെൻഡ്രോബിയം മോണോപോഡിയൽ, കാറ്റ്ലിയ സിംപോഡിയൽ, ഒൻസിഡിയം സിംപോഡിയൽ, വാൻഡ മോണോപോഡിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ആക്ച്വലി ഡെൻഡ്രോബിയം ഒരു സിംപോഡിയൽ ഓർക്കിഡ് ആണ്. ഇതിനകത്ത് കാണാതെ പഠിച്ചു വെക്കാനുള്ളത് അരാക്നിസ്, അരാന്തറ, വാൻഡ, ഫെലനോപ്സിസ് എന്ന് പറയുന്നതെല്ലാം മോണോപോഡിയൽ ഓർക്കിഡ്സും, ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, ഒൻസിഡിയം എന്ന് പറയുന്നതെല്ലാം സിംപോഡിയൽ ഓർക്കിഡ്സും ആണ്. ബാക്കി വരുന്നത് അരാൻഡ, മുക്കാറ എന്ന് പറയുന്നതും മോണോപോഡിയൽസ് ആണ്. പക്ഷെ അത് ക്രോസ് ആണ്, ഇന്റർജനറിക് ക്രോസ് ആയിട്ടുള്ള മോണോപോഡിയൽസ് ആണ്. ഇതിന് പുറമെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർക്കിഡ്സും ഉണ്ട്. ടെറസ്ട്രിയൽ ഓർക്കിഡ്സിന് എക്സാമ്പിൾ ആണ് ഒന്ന് നമ്മൾ സാധാരണ ചട്ടിയിൽ സാധാരണ ചെടി പോലെ വളർത്തുന്ന സ്പാത്തോഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് ഓർക്കിഡും, അതുപോലെ ഡോവ് ഓർക്കിഡ്, പെരിസ്റ്റീരിയ. ഡോവ് ഓർക്കിഡ് എന്ന് പേര് വരാൻ കാര്യം ആ ഫ്ലവറിനകത്ത് ഡോവിന്റെ ഒരു ഷേപ്പ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ POP തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഡെൻഡ്രോബിയം ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ജീനസ് ഓഫ് കേരള എന്ന്.
കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കട്ട് ഫ്ലവർ ക്രോപ്സിൽ നമുക്ക് നമ്മളെ ക്ലൈമറ്റ് അതിന് അത്രയും സ്യൂട്ടബിൾ ആണ്, അതായത് ആന്തൂറിയത്തിനും ഓർക്കിഡിന്റെയും ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഇത് മെയിൻ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ല, പക്ഷേ ഫ്ലോറികൾച്ചറിൽ വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു മാസീവ് ഫോളോയിങ്, അതിന്റെ കോമൺ നെയിം സയന്റിഫിക് നെയിം വെച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഇങ്ക ലില്ലി, സ്റ്റോക്ക് ഫ്ലവർ, ബ്ലാങ്കറ്റ് ഫ്ലവർ, സീനിയ, ക്യാപ് മാരിഗോൾഡ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണോ എന്ന് ഓർത്ത് നോക്കാം. ഇപ്പൊ സീനിയ അറിയായിരിക്കും. സീനിയ വലിയ ബുദ്ധിമുട്ടില്ല, സീനിയ എലഗൻസ് തന്നെയാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. അടുത്തത് ഇങ്ക ലില്ലി എന്നുള്ളതാണ്. ഇങ്ക ലില്ലി ഓർ പെരുവിയൻ ലില്ലി എന്ന് പറയുന്നത് അൽസ്ട്രോമേറിയയാണ്. സ്റ്റോക്ക് ഫ്ലവർ എന്ന് പറയുന്നത് ഏതാണ്, ഏതാ സ്റ്റോക്ക് ഫ്ലവർ ഏതാ? സ്റ്റോക്ക് ഫ്ലവർ എന്ന് പറയുന്നത് മത്തിയോള ഇൻകാന് എന്ന് പറയുന്നതാണ്. ബ്ലാങ്കറ്റ് ഫ്ലവർ ആണ് ഗിലാർഡിയ പൾച്ചല്ല. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളൂ, കേപ്പ് മേരിഗോൾഡതാണ് ഡൈമോർഫോത്തിക്ക. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, കോമൺ നെയിമും സയന്റിഫിക് നെയിമും എന്താണെന്നുള്ളത്. ഇനി അടുത്തത്, വിച്ച് ഇസ് ദ ബെസ്റ്റ് പ്ലാന്റിംഗ് ടൈം ഓഫ് എ ടർഫ് ഗ്രാസ്? ടർഫ് ഗ്രാസ് പ്ലാന്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ആൻസർ വരുന്നത് ജൂലൈ, ഓഗസ്റ്റ് ആണ്. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കഴിഞ്ഞു വരുന്ന സമയത്താണ് ഏറ്റവും നല്ലത് ലോൺ പ്ലാന്റിംഗ് ചെയ്യാനായിട്ട്. അടുത്തത് വരുന്നത് മോസ്റ്റ് കോമൺ സമ്മർ കൂളിംഗ് സിസ്റ്റം ഇൻ എ ഗ്രീൻ ഹൗസീസ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള സമ്മർ കൂളിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളതാണ്. ഇതിനകത്ത് സമ്മർ കൂളിംഗ് സിസ്റ്റവും വിന്റർ ഹീറ്റിംഗ് സിസ്റ്റവും അവൈലബിൾ ആണ് ഗ്രീൻ ഹൗസസിനകത്ത്. നമുക്കൊന്നും അത് അത്ര റിക്വയർമെന്റ് ഇല്ല, കാര്യം നമുക്ക് അത്ര എക്സ്ട്രീം ആയിട്ടുള്ള വിന്ററും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ഫാൻ ട്യൂബ് കൂളിംഗ് സിസ്റ്റം, ഫോഗ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം, ഫാൻ ആൻഡ് പാഡ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം, പാക്കേജ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം. ഇതിന്റെ ആൻസർ വരുന്നത് ഫാൻ ആൻഡ് പാഡ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം. ഇതാണ് സമ്മർ കൂളിംഗ് സിസ്റ്റം വരുന്നത്. അത് എങ്ങനെയാ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സൈഡില് ഒരു പാഡ് ആയിരിക്കും, അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എക്സോസ്റ്റ് ഫാനും കാണും. ഈ പാഡ് എന്ന് പറയുന്ന സാധനം എപ്പോഴും വെറ്റ് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ വെള്ളം അതിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫാനിന്റെ കാറ്റടിക്കും. അപ്പം സംഭവം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂളിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വാട്ടറിന്റെ ഒരു മോയ്സ്ചർ എപ്പോഴും ഇതിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ആ ഗ്രീൻ ഹൗസിനകത്ത് നിലനിൽക്കും. ഇതാണ് ഫാൻ ആൻഡ് പാഡ് ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബുൾ ഹെഡ്. ബുൾ ഹെഡ് എന്ന് പറയുന്നത് ഏതിന്റെ ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ എ മാരിഗോൾഡ്, ഓപ്ഷൻ ബി ജാസ്മിൻ, ഓപ്ഷൻ സി റോസ് ആൻഡ് ഓപ്ഷൻ ഡി കാർണേഷൻ. ആൻസർ വരുന്നത് റോസ്. അതായത് ബുൾ ഹെഡ് അഫക്റ്റഡ് പ്ലാന്റ്സിന് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കുള്ള പെറ്റൽസ് മാത്രം കുറച്ച് തുറന്നിരിക്കും, പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, അതായത് ഇങ്ങനെ ഇങ്ങനെ അടഞ്ഞിരിക്കും, തുറക്കില്ല ആ ബഡ്. മൊത്തത്തിലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് ഉണ്ടാവുക. ഇതിന് പുറമേ ബാക്കി കട്ട് ഫ്ലവേഴ്സിലുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ റോസിലാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ബ്ലൈൻഡ് വുഡ്, അതായത് പൂക്കളില്ലാത്ത ഷൂട്ട്സ്. അതുപോലെ ബുൾ ഹെഡ്സ് ഓർ ബാൽഫോം ഫ്ലവേഴ്സ്, അതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ കളർ ഫേഡിങ്, ലിംബ് നെക്സ്, ബ്ലാക്കനിങ് ഓഫ് റോസ് പെറ്റൽസ്, ഇതെല്ലാം റോസിന്റെ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. പിന്നെ കാർണേഷനകത്തുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് കാലിക്സ് സ്പ്ലിറ്റിംഗ്. കാർണേഷൻ പൂക്കളുടെ താഴെ ഇങ്ങനെ കാലിക്സ് കാണാൻ പറ്റും, അത് സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പൂവിന്റെ ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടും. അതാണ് കാലിക്സ് സ്പ്ലിറ്റിംഗ്. പിന്നെ വരുന്നത് സ്ലീപ്പിനെസ്, പിന്നെ വരുന്നത് കേളി ടിപ്പ്. ക്രൈസാന്തമത്തിലാണെങ്കിൽ ബ്ലൈൻഡ്നെസ് വരാറുണ്ട്. ജെർബറയിൽ ബുഷിനെസ്, സ്റ്റെം ബ്രേക്ക്. ഗ്ലാഡിയോളസിൽ ഫ്ലൂറൈഡ് ഇഞ്ചുറി വരാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജാസ്മിന്റെ സ്പീഷീസിന് അതിന്റെ കോമൺ നെയിമായിട്ട് അത് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. അറേബ്യൻ ജാസ്മിൻ, ജാസ്മിനം സെമ്പാക്, സ്പാനിഷ് ജാസ്മിൻ, ജാസ്മിനം ഹിമേൽ, ഇറ്റാലിയൻ ജാസ്മിൻ, ജാസ്മിനം ഓറിക്കുലേറ്റം, റോയൽ ജാസ്മിൻ, ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അറേബ്യൻ ജാസ്മിൻ തന്നെയാണ് ജാസ്മിനം സംബാക്ക്. ബാക്കി വരുന്നതെല്ലാം തെറ്റാണ്. ഇപ്പൊ ജാസ്മിനം ഓറിക്കുലേറ്റം എന്ന് പറയുന്നത് മുല്ലയൊരു വസന്ത മല്ലികെ. ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം എന്ന് പറയുന്നതാണ് പിച്ചി, നമ്മുടെ പിച്ചി ഉണ്ടല്ലോ, അതാണ് സ്പാനിഷ് ജാസ്മിൻ. പിന്നെ ഡൗണി ജാസ്മിൻ ഓർ സ്റ്റാർ ജാസ്മിൻ എന്ന് പറയുന്നതാണ് ജാസ്മിനം പ്യൂബസെൻസ് ഓർ ജാസ്മിനം മൾട്ടിഫ്ലോറം. നമ്മൾ POP-യിലാകെ 3 സ്പീഷീസിനെ പറ്റിയേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ജാസ്മിനം സംബാക്ക്, പിന്നെ ഒന്ന് ജാസ്മിനം ഓറിക്കുലേറ്റം, പിന്നെ ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം.
ഈ ജാസ്മിനസ് സംബാക്ക എന്ന് പറയുന്നതാണ് നമ്മുടെ മുല്ല, നമ്മൾ കുറ്റിമുല്ലയായിട്ട് വളർത്തുന്ന ജാസ്മിനസ് സംബാക്ക്. പിച്ചി എന്ന് പറയുന്നതാണ് ജാസ്മിനം ഗ്രാൻഡിഫ്ലോറം. ഇനി ഇതല്ലാതെ വേറൊരു മുല്ലയുണ്ടല്ലോ, അതാണ് ജാസ്മിനം ഓറിക്കുലേറ്റ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ മാച്ച് ദ ഫോളോയിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഈ ഫ്ലവേഴ്സിനെ അതിന്റെ പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. ഏതാണ് മെയിൻ പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സോ അതുമായിട്ട് വേണം ലിങ്ക് ചെയ്യാൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫ്ലവേഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ എന്താണ് അതിന്റെ കോമൺ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് കാണാതെ പഠിച്ചിരിക്കണം. ഗ്ലാഡിയോളസിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് കോംസ് ആൻഡ് കോമൽസ് ആണ്, മറക്കണ്ട, കാണാതെ പഠിക്കുക. ട്യൂബറോസിൻ്റെത് ബൾബ്സ് ആണ്. ട്യൂബറോസിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ബൾബാണ്. ജെർബറ മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. മാരിഗോൾഡ് സീഡ്സ് ആണ്. ഇതാണ് മാച്ച് ചെയ്ത് വെക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും സയന്റിഫിക് നെയിം ഫാമിലി ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏതാണ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്നുള്ളതും കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് ഡെഡ് ഹെഡിങ്. ഡെഡ് ഹെഡിങ് ഈസ് ദ റിമൂവൽ ഓഫ്. ഡെഡ് ഹെഡിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, ഡെഡ് ഹെഡിങ് ഒരു പ്രൂണിങ് ആണ്. ആക്ച്വലി അത് എന്താണെന്നുള്ളതാണ്. ഡെഡ് ബ്രാഞ്ചസ്, ഡെഡ് റൂട്ട്സ്, ഫെയ്ഡഡ് ഫ്ലവേഴ്സ്, റിവൽഡ് ലീവ്സ്. ഇതിന്റെ എന്തിന്റെ റിമൂവലിനെയാണ് ഡെഡ് ഹെഡിങ് എന്ന് പറയുന്നത്? ഫെയ്ഡഡ് ഫ്ലവേഴ്സിന്റെ റിമൂവലിനെയാണ് ഡെഡ് ഹെഡിങ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ റോസിലാണെങ്കിൽ ഡീ ഷൂട്ടിംഗ്, ഡെഡ് ഷൂട്ട് റിമൂവൽ, സോയിൽ ലൂസനിങ് ഓൺ ബെഡ്സ്, ബെൻഡിങ്, മദർ ഷൂട്ട് ബെൻഡിങ്. ഈ ബെൻഡിങ് എന്ന് പറയുന്നത് റോസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻ ആണ്. ഡീഫോളിയേഷൻ, ഇതെല്ലാം റോസിലെ ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. അടുത്തത് കാർണേഷൻ. കാർണേഷനകത്ത് നെറ്റിങ്, അതായത് കാർണേഷൻ ഇങ്ങനെ നീളത്തിന് പോകുന്ന ചെടിയ. അപ്പൊ അതിന്റെ ഒരു ഒരു പ്രത്യേക സ്പേസിങ്ങിൽ ഇങ്ങനെ അടുക്കിയാണ് നടുന്നത്. അപ്പൊ അതിന്റെ പൂക്കൾ ഇങ്ങനെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പിഞ്ചിങ് ചെയ്യുന്നുണ്ട്, ഡിസ്ബഡിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്രൈസാന്തിമത്തിലും പിഞ്ചിങ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേകമായിട്ടുള്ള പ്രൂണിങ് അല്ലെങ്കിൽ ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. ഇനി അടുത്തത് ഗ്ലാഡിയോളസിന്റെ പ്രൊപ്പഗേഷൻ. നമ്മൾ മാസീവ് ഫോളോയിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ്. ഗ്ലാഡിയോളസിന്റെ പൂക്കൾ ഇതാണ്. ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കോംസ് ആണ്. കോംസ് ആൻഡ് കോമൽസ് ആണ്, മറക്കണ്ട. ഗ്ലാഡിയോളസിന്റെ കോമൺ നെയിം ആണ് കോൺ ലില്ലി ഓർ സോഡ് ലില്ലി. ആ സോഡ് ലില്ലി എന്ന് പേര് വരാൻ കാര്യം അതിന്റെ ഇലയുടെ ഷേപ്പ് സോഡ് പോലെയാണ്. ഇതിന്റെ ഫാമിലി വരുന്നത് ഇറിഡേസിയ ആണ്. പ്രൊപ്പഗേറ്റഡ് ബൈ കോംസ് ആൻഡ് കോമൽസ് ആണ്. മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് കോംസ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഡീപ് വെൽ ഡ്രെയിൻഡ് ആസിഡ് സോയിൽസ് വിത്ത് പി എച്ച് ഓഫ് 5.5 to 6.5 ആർ. ഗ്ലാഡിയോളസിന്റെ കോമൺ നെയിം ആണ് കോഡ് ലില്ലി ഓർ സോഡ് ലില്ലി. അങ്ങനെ ഒരു പേര് സോഡ് ലില്ലി എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം അതിന്റെ ലീവ്സ് സോഡിന്റെ ഷേപ്പിലാണുള്ളത്. അതിന്റെ ഫാമിലി ഇറിഡേസിയാണ്. കോംസ് ആൻഡ് കോമൽസ് ആൻഡ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്നുള്ളത് പറഞ്ഞല്ലോ. മീഡിയം ടു ലാർജ് സൈസ്ഡ് കോംസ് ആണ് നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് പറയുന്നത്. ഡീപ് വെൽ ഡ്രെയിൻഡ് അസിഡിക് സോയിൽ വിത്ത് എ പി എച്ച് ഓഫ് 5.5 to 6.5 ആണ് നല്ലത്. ഇതിന്റെ ബെസ്റ്റ് ടൈം ഓഫ് പ്ലാന്റിംഗ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ്. സെപ്റ്റംബർ ടു നവംബർ ആണ് ബെസ്റ്റ് ടൈം ഓഫ് പ്ലാന്റിംഗ്. പിന്നെ വരുന്നത് കൾച്ചറൽ ഓപ്പറേഷൻസ് ആണ്. ഇതൊരു ബൾബസ് ക്രോപ്പ് ആയതുകൊണ്ട് അതിന് എർത്തിങ് അപ്പ് എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഓപ്പറേഷൻ പ്രധാനമാണ്. അതുപോലെ ഉയരത്തിലാണ് ഇതിന്റെ സ്പൈക്സ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. ആ ഫ്ലവേഴ്സിനെ സ്റ്റേക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. കാര്യം അതിന്റെ പൂക്കളുടെ തണ്ടിന് നീളം കൂടുതലുള്ളത് കൊണ്ട് ലോഡ്ജിങ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലീവ്സ്, അതായത് എൻറ്റയർ സ്പൈക്ക് എലോങ് വിത്ത് 2 ലീവ്സ് ആണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് വരുന്നത്. അത് എപ്പോഴാണെന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും താഴത്തുള്ള ഫ്ലവർ ബഡ്, അതായത് ഇങ്ങനൊരു സ്പൈക്ക് അതിന്റെ താഴോട്ടുള്ള താഴത്തെ 1-2 ഫ്ലവർ ബഡ്സ് സ്റ്റാർട്ടിങ് ടു ഓപ്പൺ, അത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കുമാണ് എൻറ്റയർ സ്പൈക്ക് എലോങ് വിത്ത് 2 ലീവ്സ് കട്ട് ചെയ്യുന്നത്. ഇതാണ് ഗ്ലാഡിയോളസിന്റെ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സയന്റിഫിക് നെയിം ഓഫ് ഫ്രഞ്ച് മാരിഗോൾഡ്. മാരിഗോൾഡിന് പല സ്പീഷീസ് ഉണ്ട്. ആഫ്രിക്കൻ മാരിഗോൾഡ്, ഫ്രഞ്ച് മാരിഗോൾഡ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതിന്റെ ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡ്സും ഉണ്ട്. ഇതിനകത്ത് ഫ്രഞ്ച് മാരിഗോൾഡിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നുള്ളതാണ്. ടെജിറ്റസ് ഇറക്റ്റ ആണോ, ടെജിറ്റസ് പാറ്റുല ആണോ, ടെജിറ്റസ് മൈന്യൂട്ട ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? അപ്പൊ ഫ്രഞ്ച് മാരിഗോൾഡിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ടെജിറ്റസ് പാറ്റുല എന്നുള്ളതാണ്. ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ സയന്റിഫിക് നെയിം ആണ് ടെജിറ്റസ് ഇറക്റ്റ. ഇതിന് ഒരുപാട് കൾട്ടിവേഴ്സ് ഉണ്ട്. അതിലുള്ള കൾട്ടിവേഴ്സിന് ഉദാഹരണങ്ങളാണ് എപ്രിക്കോട്ട്, പ്രിംറോസ്, സൺജൈൻ, ഗിനിയ ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. കൂടാതെ IARI നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള പുസ നാരംഗി ഗേണ്ട, പുസ ബസന്തി ഗേണ്ട, ഇതെല്ലാം ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ കൾട്ടിവേഴ്സ് ആണ്.
ഇനി വരുന്നത് ഫ്രഞ്ച് മാരിഗോൾഡ് ആണ്. ഫ്രഞ്ച് മാരിഗോൾഡിന്റെ സയന്റിഫിക് നെയിം നമ്മൾ പറഞ്ഞു ടജിറ്റസ് പാറ്റുല എന്നുള്ളതാണ്. അതിന്റെ കൾട്ടിവേഴ്സ് ആണ് റസ്റ്റി റെഡ്, നോട്ടി, മാരിയേറ്റ, ഫ്ലെയിം, സ്റ്റാർ ഓഫ് ഇന്ത്യ ആൻഡ് ഹാർമണി. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡ്സിനെ റെഡ് ആൻഡ് ഗോൾഡ് ഹൈബ്രിഡ്സ് എന്നാണ് പറയുന്നത്. ഇതിന്റെ കൾട്ടിവേഴ്സ് ആണ് നഗട്ട്, ഷോബോട്ട്, റെഡ്, സെവൻ സ്റ്റാർ തുടങ്ങി. ഓക്കെ. ഇനി ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ഓഫ് ആഫ്രിക്കൻ മാരിഗോൾഡ്. ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ എത്രയാണെന്നുള്ളതാണ്. ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 24ഉം ഫ്രഞ്ച് മാരിഗോൾഡിന്റെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 48ഉം ആണ്. അതായത് 24ന് നേരെ ഇരട്ടിയാണ് ഫ്രഞ്ച് മാരിഗോൾഡിന്റെ എന്നുള്ളത് ഓർത്തിരിക്കുക. ആഫ്രിക്കൻ മാരിഗോൾഡിന്റെ ചെടികൾ വരുന്നത് ഇച്ചിരി ടോൾ ആയിട്ടുള്ള ഭയങ്കര വിഗറസ് ഗ്രോത്ത് ഉള്ള ചെടികളാണ് വിത്ത് ലാർജ് ഗ്ലോബുലർ ഫ്ലവേഴ്സ്. അതിന്റെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 24 ആണ്. അതേസമയം ഫ്രഞ്ച് മാരിഗോൾഡിൻ്റെത് കുറച്ച് ഡ്വാർഫ് കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസ് ഉള്ള ചെടികളാണ്. അതിന്റെ പ്രത്യേകത വരുന്നത് അതിന്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ ഫ്ലവേഴ്സ് ആവാം, ഡബിൾ ഫ്ലവേഴ്സ് ആവാം. അത് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ബഞ്ചായിട്ട് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇതിന്റെ പ്ലോയിഡി മറക്കണ്ട, ടെട്രപ്ലോയിഡ് ആണ്, 48 ആണ്. ആഫ്രിക്കൻ മാരിഗോൾഡ് 24, ഫ്രഞ്ച് മാരിഗോൾഡ് 48. ഇനി അടുത്തത് പറയുന്നത് റോസിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് കോമൺ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഓഫ് റോസ്. റോസിന്റെ ഏറ്റവും കോമൺ പ്രൊപ്പഗേഷൻ മെത്തേഡ് ഏതാണെന്നുള്ളതാണ്. ടീ ബഡിങ്, ലെയറിംഗ്, കട്ടിംഗ്, സീഡ്സ്. ഈ ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും ഒരു ഇത് വരും, ഇതെല്ലാം പ്രൊപ്പഗേഷൻ മെത്തേഡ് ആണ് റോസിന്റെ. പക്ഷെ ഇതിലെ ക്വസ്റ്റ്യൻ പറയുന്ന മോസ്റ്റ് കോമൺ പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന്റെ ആൻസർ വരുന്നത് ടീ ബഡിങ് ആണ്. ടീ ബഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ്. റോസ് ആണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എപ്പോഴും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള കട്ട് ഫ്ലവർ വരുന്നത്. ഈ റോസിന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മോഡേൺ ഡേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതായത് എന്താ പറയാ, ഫ്ലോറിബണ്ടാസ്, പോളിയാന്തസ്, ഹൈബ്രിഡ് ടീസ്, ഹൈബ്രിഡ് പെർപ്പച്വൽസ്, അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് ഹൈബ്രിഡ് ടീ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റിയാണ് ലാ ഫ്രാൻസ്. അത് ഓർത്ത് വയ്ക്കുക. അത് ഉണ്ടാക്കിയത് ഒരു ഫ്രഞ്ച് ബ്രീഡർ ഗില്ലോട്ട് എന്ന് പറയുന്ന ആളാണ്. പിന്നെ വരുന്നത് ട്രാൻസ്ജീനിക് റോസ്, ബ്ലൂ കളർ ട്രാൻസ്ജീനിക് റോസ് ഡെവലപ്പ് ചെയ്തത് അപ്ലോസ് എന്ന് പറയുന്നതാണ് അതിന്റെ വെറൈറ്റിയുടെ പേര്. അത് കൊമേഴ്ഷ്യലി റിലീസ് ചെയ്തത് ജപ്പാനിലാണ് 2009. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അർക്ക സുരഭി. അർക്ക സുരഭി എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണെന്നുള്ളതാണ്. മാരിഗോൾഡ്, ജാസ്മിൻ, ലില്ലി, കാർണേഷൻ. ആൻസർ വരുന്നത് ജാസ്മിൻ ആണ്. ജാസ്മിന്റെ ഓരോ സ്പീഷീസിനും റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വെറൈറ്റീസ് പഠിച്ചു വെക്കാൻ എളുപ്പത്തിന്. ജാസ്മിൻ ഗ്രാൻഡിഫ്ലോറത്തിന്റെയാണ്, പെർട്ടിക്കുലർലി ജാസ്മിൻ ഗ്രാൻഡിഫ്ലോറത്തിന്റെ വെറൈറ്റിയാണ് അർക്ക സുരഭി. ജാസ്മിൻ സംബാക്കിന്റെ ഒരു വെറൈറ്റിയാണ് അർക്ക ആരാധന. ജാസ്മിൻ മൾട്ടിഫ്ലോറത്തിന്റെ ഒരു വെറൈറ്റിയാണ് അർക്ക അർപ്പൺ. ഈ അർക്ക അർപ്പണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പെറ്റൽസിന്റെ അടിഭാഗത്ത് ഒരു പർപ്പിൾ ടിഞ്ച് ഉണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വെറൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൾട്ടിവർ ഓഫ് ചൈനാസ്. ചൈനാസിന്റെ കൾട്ടിവർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. കാമിനി, പൂർണിമ, ശശാങ്ക്, വൈഭവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി വൈഭവ് ആണ്. ഓപ്ഷൻ ഡി വൈഭവ് ട്യൂബറോസിന്റെ ഒരു കൾട്ടിവർ ആണ്. ബാക്കിയുള്ള കാമിനി, പൂർണിമ, ശശാങ്ക്, ഇതിന് പുറമെ വൈലറ്റ് കുഷൻ, അർക്ക ആദ്യ, അർക്ക അർച്ചന തുടങ്ങിയ IHR റിലീസ്ഡ് ചൈന വെറൈറ്റീസ് ഉണ്ട്, ചൈനാസ്റ്റർ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ വൈഭവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ട്യൂബറോസിന്റെ ഒരു കൾട്ടിവർ ആണ്. ട്യൂബറോസിന്റെ പഴയ പേരായിരുന്നു പോളിയാന്തസ് ട്യൂബറോസ എന്നുള്ളത്. അതിപ്പോ മാറ്റി അഗിയ വമിക്ക എന്നാക്കി ഫാമിലി അമാരലിഡേസിയെ ആക്കിയിട്ടുണ്ട്. ട്യൂബറോസിന് സിംഗിൾ, ഡബിൾ, സെമി ഡബിൾ എന്ന് പറഞ്ഞ പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. സിംഗിൾ ഫ്ലവേഴ്സ് ഉള്ള കൾട്ടിവേഴ്സ് ആണ് മെക്സിക്കൻ സിംഗിൾ, ഹൈദരാബാദ് സിംഗിൾ, കൽക്കട്ട സിംഗിൾ, രജത് രേഖ, ശൃംഗാർ ആൻഡ് പ്രജ്വാൾ. ഡബിൾ വെറൈറ്റീസ് ആണ് ഡബിൾ, ഹൈദരാബാദ് ഡബിൾ, കൽക്കട്ട ഡബിൾ, സ്വർണരേഖ, സുവാസിനി ആൻഡ് വൈഭവ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനും വെറൈറ്റി റിലേറ്റഡ് ആണ്. അർക്ക ഫ്ലെയിം ആൻഡ് അർക്ക തേജസ് ആർ ദ വെറൈറ്റീസ് ഓഫ്. അർക്ക ഫ്ലെയിമും അർക്ക തേജസും എന്തിന്റെ വെറൈറ്റീസ് ആണ് എന്നുള്ളതാണ്. അർക്ക ഫ്ലെയിം ആൻഡ് അർക്ക തേജസ് ആർ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻ ബി കാർണേഷൻ ആണ് ആൻസർ. അതിൽ അർക്ക ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് കാർണേഷനും അർക്ക തേജസ് എന്ന് പറയുന്ന ഒരു സ്പ്രെഡിംഗ് ടൈപ്പ് കാർണേഷനുമാണ് IHR ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെയിനി സീസൺ ആനുവൽ. അതായത് ആനുവൽസിനകത്ത് ഒരുപാട് കാറ്റഗറികൾ, അതായത് സീസൺ ബേസ് ചെയ്തിട്ട് സമ്മർ സീസൺ, വിന്റർ സീസൺ, റെയിനി സീസൺ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്.
അതറിഞ്ഞാലേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഫർദർ ഡീറ്റെയിൽസിലോട്ട് നോക്കാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സെലോഷിയാണ്. സെലോഷി ഒരു റെയിനി സീസൺ ആനുവൽ ആണ്. ബാക്കി റെയിനി സീസൺ ആനിമൽസിന് ഉദാഹരണമാണ് അമരാന്തസ്, ബാൾസം, കോക്സ്കോംബ്, ഗെലാർഡിയ. കോക്സ്കോംബ് തന്നെയാണ് ഈ സെലോഷ്യ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സമ്മർ സീസൺ ആനിമൽസിന് ഉദാഹരണമാണ് കോച്ചിയ, പോർട്ടുലാക്ക, സൺഫ്ലവർ, തിത്തോണിയ, സിനിയ ആൻഡ് ഗോംഫ്രിന. വിന്റർ സീസൺ ആനിമൽസ് പൊതുവെ നമ്മളെ നാട്ടിൽ അങ്ങനെ വളരാറില്ല. അജറേറ്റ, മാൻഡിറൈനം, കാലൻഡുല, പാൻസി, ജിപ്സോഫിലൊക്കെയാണ് വിന്റർ സീസൺ ആനിമൽസ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ സീസൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോംഫ്രിന ഈസ് എ ഡാഷ് പ്ലാന്റ്. അതായത് നമ്മൾ ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫോട്ടോ സെൻസിറ്റിവിറ്റി വെച്ചിട്ട്, അതായത് ലൈറ്റ് പീരിയഡും ഡാർക്ക് പീരിയഡ്, ഇപ്പൊ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ലൈറ്റ് പീരിയഡും ഡാർക്ക് പീരിയഡും എങ്ങനെയാണ് അതിന്റെ ഫ്ലവറിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് പ്ലാന്റ്സിനെ ലോങ് ഡേ, ഷോർട്ട് ഡേ, ഡേ ന്യൂട്രൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ ഗോംഫ്രിന എന്ന് പറയുന്നത് ഡേ ന്യൂട്രൽ പ്ലാന്റിലാണ് വരുന്നത്. ഇതുപോലെ ലോങ് ഡേക്ക് ഉദാഹരണമാണ് കാർണേഷൻ, ഷോർട്ട് ഡേക്ക് ഉദാഹരണമാണ് ക്രൈസാന്തിമം. എന്താണ് ഇതിന് അർത്ഥം എന്ന് പറയുന്നത്? അതായത് ഡേ ന്യൂട്രൽ പ്ലാന്റ്സിന് ഡാർക്ക് പീരിയഡിന്റെയും ലൈറ്റ് പീരിയഡിന്റെയും സമയം, അതായത് അതിന്റെ ഡ്യൂറേഷൻ അതിന്റെ ഫ്ലവറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനെ ഫ്ലവറിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ലോങ് ഡേ പ്ലാന്റ്സിന് ഇതെന്ന് പറയുന്നത് ഷോർട്ടർ ഡാർക്ക് പീരിയഡും ലൈറ്റ് പീരിയഡ് കൂടുതലുമാണ് അവർക്ക് വേണ്ടത്. അതേസമയം ഷോർട്ട് ഡേ പ്ലാന്റ്സിന് ഷോർട്ടർ ലൈറ്റ് പീരിയഡും ലാർജർ, അതായത് വലിയ ഡാർക്ക് പീരിയഡ് ആണ് വേണ്ടത്. ഇത് ഇത്ര മണിക്കൂറിനും പുറത്ത് ഡാർക്കർ പീരിയഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യുള്ളൂ എന്നുള്ള പ്ലാന്റ്സ് ആണ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അതാണ് ക്രൈസാന്തിമം അതിന് ഉദാഹരണമാണ്. ലോങ് ഡേ പ്ലാന്റ് ഉദാഹരണമാണ് കാർണേഷൻ. ഇത്രയും ജസ്റ്റ് ഒന്ന് കാണാതെ പിടിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തത്, ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ ഫ്ലവർ മാർക്കറ്റ് എവിടെയാണുള്ളത് എന്നുള്ളതാണ്. വാഷിംഗ്ടൺ ആണോ, സിംഗപ്പൂർ ആണോ, ലണ്ടൻ ആണോ, ആൽസ്മീർ ആണോ? ആൻസർ ഓപ്ഷൻ ഡി ആൽസ്മീർ ആണ്. നെതർലാൻഡ്സിലുള്ള ഒരു സ്ഥലമാണ് ആൽസ്മീർ. അവിടെയാണ് ഫ്ലോറ ഹോളണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് ആക്ച്വലി അത്. ഈ ഫ്ലോറ ഹോളണ്ടിനെയാണ് ഗേറ്റ് വേ ഓഫ് വേൾഡ് ഫ്ലവർ ട്രേഡ് എന്ന് പറയുന്നത്. അത് നെതർലാൻഡ്സിലുള്ള ഒരു ഇതാണ്, ഓർത്തിരിക്കുക കേട്ടോ ഇത്. അടുത്തത്, ജാപ്പനീസ് ആർട്ട് ഓഫ് ട്രെയിനിങ് പ്ലാന്റ്സ് ഇൻ ഡിഫറെന്റ് ഷേപ്സ്, അതായത് ഷേപ്പ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ബോൺസായി ആണോ, ടോപ്പിയറി ആണോ, ഷ്രബറി ബോർഡർ ആണോ, എഡ്ജസ് ആണോ? ആൻസർ വരുന്നത് ടോപ്പിയറി ആണ്. ബോൺസായെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചു. ഇതിന്റെ ആൻസർ വരുന്നത് ടോപ്പിയറി ആണ്. എപ്പോഴും ഓർത്തിരിക്കുക. അതായത് ആനിമൽ, ബേർഡ്സ് അങ്ങനെ ഷേപ്പിൽ വെട്ടുന്നതിനെയാണ് ടോപ്പിയറി എന്ന് പറയുന്നത്. അതായത് ആർട്ട് ഓഫ് ക്ലിപ്പിംഗ് ആൻഡ് ഷേപ്പിംഗ് shrubs ആൻഡ് സ്മോൾ ട്രീസ് ഓർ ട്രെയിനിങ് പ്ലാന്റ്സ് ഇൻ ഡിഫറെന്റ് ഷേപ്സ്, അതായത് ഫോംസ്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഹില്ലി സൈഡിലൊക്കെ കുപ്രസ് മാക്രോകാർപ്പ, പൈനസ് പാറ്റുല പോലത്തെ ചെടികളാണ് ടോപ്പിയറിക്ക് ഉപയോഗിക്കുന്നത്. പ്ലെയിൻസിനാണെങ്കിൽ കാഷറീന, മുറയ എക്സോട്ടിക്ക ഒക്കെയാണ് ടോപ്പിയറിക്ക് ഉപയോഗിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടന്റ് ഓഫ് ഗ്ലാഡിയോളസ്. ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതാണ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടന്റ് എന്ന് പറയുന്നത്? അർക്ക ശോഭ, അർക്ക അർപ്പൺ, രജത് രേഖ, സ്വർണ്ണരേഖ. ഇത് കാണുമ്പോഴേ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, രജത് രേഖയും സ്വർണ്ണരേഖയും ഗ്ലാഡിയോളസ് അല്ല, ട്യൂബറോസ് ആണ്. അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻസ് നോക്കിയാൽ മതി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അർക്ക അർപ്പൺ ആണ്. അർക്ക ശോഭയാണ് കേട്ടോ. ഓപ്ഷൻ എ അർക്ക ശോഭ. അർക്ക ശോഭ ഒരു ഇൻഡ്യൂസ്ഡ് മ്യൂട്ടന്റ് ആണ്. അത് വൈൽഡ് റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്തെടുത്ത മ്യൂട്ടന്റ് ആണ് അർക്ക ശോഭ. IHR എന്ന് റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിന് പുറമെ ബാക്കി വെറൈറ്റീസിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ്, സ്പിക്ക് ആൻഡ് സ്പാൻ, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ്ഡ് വെറൈറ്റീസ് ആണ്. IHR എന്ന് റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ് അർക്ക അമർ, അർക്ക ഗോൾഡ്, അർക്ക നവീൻ, അർക്ക മനോരമ, അർക്ക കേസർ, ആർത്തി, സപ്ന ഒക്കെ. IHR എന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ്സ് ആണ് പൂനം, അപ്സര ഒക്കെ. NBRI വെറൈറ്റീസ് ആണ് ഗസൽ, ബസന്ത് ബാർ, ജ്വാല ഒക്കെ. NBRI ഹൈബ്രിഡ്സ് അർച്ചന, മൻഹർ, മനീഷ, മൻമോഹൻ, മോഹിനി, മുക്ത, പീതാംബർ. IRI വെറൈറ്റീസ് ആണ് പുസ മൻമോഹക്, പുസ വിദുഷി. IRI ഹൈബ്രിഡ്സ് ആണ് പുസ ഉന്നതി, പുസ ശ്രീജന ഒക്കെ. ഇതൊക്കെ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഗ്ലാഡിയോളസിന്റെ വെറൈറ്റീസ് ആണ്. എന്തായാലും ജസ്റ്റ് പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത്, സ്ലീപ്പിനെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. സ്ലീപ്പിനെസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് ഏത് ക്രോപ്പുമായി അസോസിയേറ്റ് ചെയ്താണ് വരുന്നത്? കാർണേഷൻ, ഗ്ലാഡിയോളസ്, ടുലിപ്പ് ആൻഡ് ക്രൈസാന്തിമം. ഓഫ് കോഴ്സ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാർണേഷൻ ആണ്. ഇത് എത്തിലിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതായത് എത്തിലിൻ കൂടുതൽ വരുന്നത് കൊണ്ട് അതിന്റെ ആ നെക്കിന്റെ പോർഷൻ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരുന്നതിനെയാണ് സ്ലീപ്പിനെസ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ കാർണേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, കാലിക് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട് എന്നുള്ള.
ഈ ബാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ടോ ഈ ഫോട്ടോയില്, അതിനെ കാലിക്സ് ബാൻഡിങ് എന്ന് പറയുന്നത്. ഈ കാലിക്സ് സ്പ്ലിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ കാലിക്സ് ബാൻഡിങ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ കൂടി ഉണ്ട് കാർണേഷൻ, അതാണ് സ്ലാബ് സൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ഫോർ പ്രൊപ്പഗേഷൻ ഇൻ ഓർക്കിഡ്സ്? ഓർക്കിഡ്സിന്റെ പ്രൊപ്പഗേഷനിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്നുള്ള ഓപ്ഷൻ എ സ്റ്റെം കട്ടിംഗ്, ഓപ്ഷൻ ബി ബാക്ക് ബൾബ്സ് ഓർ സ്പെൻകെയിൻസ്, ഓപ്ഷൻ സി കൈക്കീസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഇത് കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ഇത് പ്രൊപ്പഗേഷൻ ഏതാണെന്നുള്ളത് അല്ലെ, മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് പ്രിഫേർഡ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷനാണ്. പൊതുവെ മോണോപോഡിയൽ ഓർക്കിഡ്സിനെ പൊതുവെ സ്റ്റെം കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് ടെർമിനൽ കട്ടിങ്സ് വിത്ത് 1 or 2 ഹെൽത്തി ഏരിയൽ റൂട്ട്സ് ആണ് ഐഡിയൽ ആയിട്ട് എടുക്കുന്നത്. സിംബോഡിയൽ ഓർക്കിഡ്സിന്റെ സെപ്പറേഷൻ ഓഫ് സ്യൂഡോ ബൾബ്സ് ആണ്. ഈ സ്യൂഡോ ബൾബ്സ് ഇങ്ങനെ, അതായത് നമ്മളിപ്പം ഒരു ചെടി നോക്കുമ്പോഴത്തേക്ക് അതിന്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ മുളച്ച പോലെ കുറച്ച് ഇലയും കുറച്ച് റൂട്ട്സ് ഒക്കെ ആയിട്ടിരിക്കുന്നത്, അതിനെയാണ് കേക്കീസ് എന്ന് പറയുന്നത്. ഇതിനെ വെട്ടി നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ പ്ലാന്റ് ആയിട്ട് വളരും. പിന്നെ ഇതിന് പുറമേ ഉള്ള ഒരു ഇതാണ് ബാക്ക് ബൾബ്സ് ഓർ സ്പെൻഡിക്കെയിൻസ്. അതായത് ഫ്ലവേഴ്സ് ഇനി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ള അവസ്ഥയിലിരിക്കുന്ന ഷൂട്ട്സിനെയാണ് ബാക്ക് ബൾബ്സ് ഓർ സ്പെൻഡിക്കെയിൻസ് എന്ന് പറയുന്നത്. അതിനെ വെട്ടിമാറ്റി നട്ടാലും അത് പ്രൊപ്പഗേഷൻ ആണ്. പിന്നെ ഇതിന് പുറമെ സീഡ് പ്രൊപ്പഗേഷൻ, അത് ലബോറട്ടറി കണ്ടീഷൻസിൽ മാത്രമേ സീഡ് പ്രൊപ്പഗേഷൻ നടത്താറുള്ളൂ. പിന്നെ ഇപ്പം ലാർജ് സ്കെയിലും മെരിസ്റ്റം കൾച്ചർ, അതായത് ടിഷ്യൂ കൾച്ചർ ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഓർക്കിഡിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ആണ്. അടുത്തത് 37th ക്വസ്റ്റ്യൻ ആണ്, പ്ലാന്റിംഗ് ഡിസ്റ്റൻസ് ഓഫ് ജാസ്മിനം സംബാക്ക്. ഇത് നമ്മുടെ POP വ്യക്തമായ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ജാസ്മിനം സംബാക്ക്, ജാസ്മിനം ഒറിക്കുലേറ്റം, ജാസ്മിനം ഗ്രാൻഡിഫ്ലോറത്തിന്റെ പ്ലാന്റിംഗ് ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1.2 by 1.2 ആണ് സാംബാക്കിൻ്റെത്. 1.8 by 1.8 ജാസ്മിനം ഒറിക്കുലേറ്റത്തിൻ്റെതും 2 by 1.5 ഗ്രാൻഡിഫ്ലോറത്തിൻ്റെതുമാണ്. ഈ ഗ്രാൻഡിഫ്ലോറം ഒരു ക്ലൈംബർ പോലെ വളരുന്ന ഒരു ചെടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ പ്ലാന്റ് ഡിസ്റ്റൻസ് വ്യത്യാസം. മറ്റു രണ്ടും ഷ്രബ്സ് ആയിട്ടാണ് വളർത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോറി ഓഫ് ഈസ്റ്റ് ഏതാണെന്നുള്ളതാണ്. ഗ്ലോറി ഓഫ് ഈസ്റ്റ് മാരിഗോൾഡ് ആണോ, ക്രൈസാന്തിമം ആണോ, ജാസ്മിൻ ആണോ, ട്യൂബ്രോസ് ആണോ? ആൻസർ വരുന്ന ഓപ്ഷൻ ബി, ക്രൈസാന്തിമം ആണ്. ഗ്ലോറി ഓഫ് ഈസ്റ്റിന് പുറമെ ക്യൂൻ ഓഫ് ഈസ്റ്റ്, ഗുൽഡൌഡി എന്നൊക്കെ അതിന് പേരുകളുണ്ട്. ഡെൻഡ്രാന്തിമ ഗ്രാൻഡിഫ്ലോറ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. ആസ്റ്ററേസിയ ഫാമിലിയിലാണ്. ഇതിന് സ്റ്റാൻഡേർഡ് ടൈപ്പ്, സ്പ്രേ ടൈപ്പ്, പോട്ട് മംസ്, അങ്ങനെ 3 രീതിയിലുള്ള ചെടികളാണ് ഉള്ളത്. ഇതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാർണേഷൻ കാര്യം പറഞ്ഞതുപോലെ ഒറ്റ വലിയ പൂക്കളായിരിക്കും, സിംഗിൾ ലാർജ് ഫ്ലവേഴ്സ് ആണ്. സ്പ്രേ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ അപ്പെക്സിലുള്ള ബഡ് റിമൂവ് ചെയ്ത് കളയുമ്പം ലാറ്ററൽ ബഡ്സ് എല്ലാം വരും, അപ്പൊ അതൊരു ബഞ്ചായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ, അതാണ് സ്പ്രേ ടൈപ്പ്. പിന്നെ പോട്ട് മംസ് എന്ന് പറയുന്നത് ഈ പോട്ടിൽ വളർത്താനായിട്ട് വളരെ ഹൈറ്റ് കുറഞ്ഞ 6 to 9 inches വരെ വരുള്ളൂ പ്ലാന്റ്സിന്റെ ഹൈറ്റ് വരുന്നത്. വളരെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും, അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും, അതാണ് പോട്ട് മംസ്. IAHR ഇന്ന് ഒരുപാട് വെറൈറ്റീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ദിര, കീർത്തി, റെഡ് ഗോൾഡ്, നീലിമ, പങ്കജ്, രാഖി, യെല്ലോ സ്റ്റാർ തുടങ്ങിയ വെറൈറ്റീസ്. ഇതിനകത്ത് ഉഷാ കിരൺ എന്ന് പറയുന്നത് ക്രൈസാന്തിമത്തിന്റെ ഒരു മ്യൂട്ടൻ വെറൈറ്റിയാണ്. കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ POP-ലൊന്നും ക്രൈസാന്തിമത്തിനെ പറ്റി മെൻഷൻ പോലും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് എന്നാലും ഫ്ലോറിക്കൾച്ചർ പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അടുത്തത് ഒരു വെറൈറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അർക്ക കൃഷിക ഇസ് എ വെറൈറ്റി ഓഫ് കാർണേഷൻ ആണോ, ക്രിസാന്തിമം ആണോ, ജെർബറയാണോ, മാരിഗോൾഡ് ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ്, ജെർബറയാണ്. ജെർബറയ്ക്ക് അർക്ക കൃഷിക, അർക്ക നസാര, അർക്ക അശ്വ തുടങ്ങിയ വെറൈറ്റീസ് IAHR-ൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ബാക്കി വെളിയിൽ നിന്ന് ഒരുപാട് വെറൈറ്റി, കൊമേഴ്ഷ്യലി ഇഷ്ടം പോലെ വെറൈറ്റീസ് ജെർബറയ്ക്ക് ഉണ്ട്. ഒരുപാട് കളേഴ്സിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ജെർബറയുടെ കോമൺ നെയിം വരുന്നത് ട്രാൻസ്വാൾ ഡെയ്സി അല്ലെങ്കിൽ ബാർബിറ്റോൺ ഡെയ്സി എന്നാണ്. ജെർബറ ജെയിംസോണി എന്നാണ് സയന്റിഫിക് നെയിം. ഫാമിലി ആസ്റ്ററേസി. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ഹെലിക്കോണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് സ്പീഷീസ് ആണ്, വിച്ച് സ്പീഷീസ് ഓഫ് ഹെലിക്കോണിയസ് ഹാവിംഗ് പെൻഡന്റ് ബ്രാക്സ് പോയിന്റിംഗ് ഡൗൺവേർഡ്സ്, താഴോട്ട് പോയിന്റിംഗ് ചെയ്യുന്ന പെൻഡന്റ് ബ്രാക്സ് ഉള്ള സ്പീഷീസ് ഏതാണ് എന്നുള്ളതാണ്. സിറ്റക്കോറം ആണോ, ഹെലിക്കോണിയ റോസ്ട്രേറ്റ ആണോ, ഹെലിക്കോണിയ സബുലേറ്റ ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഹെലിക്കോണിയ റോസ്ട്രേറ്റ ആണ്. ഹെലിക്കോണിയ റോസ്ട്രേറ്റ ആണ് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത്. വാഴ പോലത്തെ ചെടിയാണ്, അതിൽ ഈ ബ്രാക്സ് വരുന്നത് താഴോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇതൊരു ഓർണമെന്റൽ ആണ്. ഇതിനകത്ത് ഹെലിക്കോണിയ റോസ്ട്രേറ്റ എന്ന് പറയുന്നത് ഫോൾസ് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയും. ബേർഡ് ഓഫ് പാരഡൈസ് ഒറിജിനലി അങ്ങനെ ഒരു ചെടിയുണ്ട്, അപ്പൊ കാണുമ്പോൾ അതുപോലെ തോന്നിക്കുന്ന ഒരു ഫോൾസ് ബേർഡ് ഓഫ് പാരഡൈസ് ആണ് ഹെലിക്കോണിയ
റോസ്ട്രേറ്റ. ഇതിന് പുറമെ ഹെലിക്കോണിയ സിറ്റക്കോറം, ഹെലിക്കോണിയ സബുലേറ്റ, ഇതെല്ലാം ഓർണമെന്റലി ഇതായിട്ടുള്ള വെറൈറ്റീസ് ആണ്, സ്പീഷീസുകളാണ് ഹെലിക്കോണിയ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇസ് എ വെറൈറ്റി. എ പി ജെ അബ്ദുൽ കലാം എന്ന പേരുള്ള ഒരു വെറൈറ്റി ഏതിന്റെയാണ്? കാർനേഷൻ, ജെർബറ, ക്രൊസാൻഡ്ര ആൻഡ് മാരിഗോൾഡ്. ഓപ്ഷൻ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, ക്രൊസാൻഡ്രയാണ് ആൻസർ. ക്രൊസാൻഡ്രയുടെ ഫാമിലി അക്കാന്തേസിയാണ്. ഇതിനെ നമ്മൾ കനകാംബരം എന്നാണ് നമ്മൾ നാട്ടിൽ പറയുന്നത്. ഫയർ ക്രാക്കർ ഫ്ലവർ എന്നൊരു പേരും കൂടിയുണ്ട്. ഇതിനകത്ത് പല ടൈപ്പ് ഉണ്ട്, യെല്ലോ, ഓറഞ്ച്, ലുട്ടിയ യെല്ലോ, ഡൽഹി എന്ന് പറയുന്ന 3 ടൈപ്പ് ക്രൊസാൻഡ്രയാണുള്ളത്. അതിൽ ഡൽഹി ക്രൊസാൻഡ്ര മാത്രം ട്രിപ്ലോയിഡ് ആണ്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ക്രൊസാൻഡ്രയുടെ വെറൈറ്റീസ് ആണ്. സൗന്ദര്യ മഹാത്മ, കനകധാര, വിജയ കനകാംബരം, രാജ് കനകാംബരം, സുബാസു, ലക്ഷ്മി, നീലാംബരി, മരവൂർ അരസി. ഇനി ഇതിലെല്ലാം പുറമെ IHR റിലീസ് ചെയ്തിട്ടുള്ള അർക്ക കനക, അർക്ക ശ്രവ്യ, അർക്ക അംബര, അർക്ക ശ്രേയ, ഇതെല്ലാം നമ്മുടെ IHR റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ് ക്രൊസാൻഡ്ര. ഓക്കെ, അക്കാന്തേസി ഫാമിലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് സീരിയസ് ഡിസീസ് ഓഫ് റോസ്? റോസിന്റെ ഏറ്റവും സീരിയസ് ഡിസീസ് ഏതാണ്? ഡയബാക്ക്, ബ്ലാക്ക് സ്പോട്ട്, പൗഡറി മെൽഡ്യൂ, നൺ ഓഫ് ദിസ്. ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള എല്ലാം റോസിന്റെ ഡിസീസ് ആണ്. ഇതിൽ ഏറ്റവും പ്രശ്നകാരനായിട്ടുള്ള ഡിസീസ് ആണ് ഡൈബാക്ക് കേട്ടോ. ഡൈബാക്ക് ഇസ് വെരി സീരിയസ് ഡിസീസ് ഇൻ റോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കിങ് ഓഫ് ഫ്ലവേഴ്സ്. നമ്മളെല്ലാം പഠിക്കുമ്പോഴും സീരിയൽസ് ആയാലും പൾസസ് ആയാലും എല്ലാത്തിനും കിങ്ങും ക്വീനും ഉണ്ട്. ഏതാണ് കിങ്, ഏതാണ് ക്വീൻ ഫ്ലവേഴ്സിന്റെ കാര്യത്തില്? കിങ് ഡാലിയയും ക്വീൻ റോസും ആണ്, മറക്കണ്ട. കിങ് ഓഫ് ഫ്ലവേഴ്സ് ഡാലിയയും ക്വീൻ ഓഫ് ഫ്ലവേഴ്സ് റോസുമാണ്. ഇനി വിച്ച് ഫ്ലവർ ഈസ് നോൺ ആസ് ഡിവൈൻ ഫ്ലവർ? ഡിവൈൻ ഫ്ലവർ എന്നൊരു കോമൺ നെയിം ഉള്ള ഫ്ലവർ ഏതാണ്? കാർണേഷൻ ആണോ, റോസ് ആണോ, ക്രിസാന്തിമം ആണോ, മാരിഗോൾഡ് ആണോ? ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ കാർണേഷൻ ആണ്. ഗില്ലി ഫ്ലവർ എന്നൊരു ഒരു പേരും കൂടി ഇതിനുണ്ട്. കാർണേഷന്റെ സയന്റിഫിക് നെയിം ഡയാന്തസ് കാരിയോഫില്ലസ് എന്നാണ്, ഫാമിലി കാരിയോഫില്ലേസിയെ. 2 ടൈപ്പ് ഫ്ലവേഴ്സ് കാർണേഷന് വരുന്നുണ്ട്, നേരത്തെ ഇത് പറഞ്ഞായിരുന്നു. സ്റ്റാൻഡേർഡ് ഫ്ലവേഴ്സും സ്പ്രേ ഫ്ലവേഴ്സ്. സ്റ്റാൻഡേർഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഫ്ലവേഴ്സ് ആണ്, വലിയ സ്റ്റോക്കില്. സ്മോൾ ഫ്ലവേഴ്സ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒരു കൂട്ടമായിട്ട് വരുന്നതാണ് സ്പ്രേ ഫ്ലവേഴ്സ്. അത് കുറച്ചുകൂടെ നമ്മുടെ ക്ലൈമറ്റ്, കേരളത്തിലൊക്കെ വളർത്താൻ പറ്റും ഈ സ്പ്രേ ടൈപ്പ്, പക്ഷെ സ്റ്റാൻഡേർഡ് ടൈപ്പ് നമുക്ക് വളർത്താൻ പറ്റില്ല. ഓക്കെ, ഇതാണ് കാർണേഷന്റെ കാര്യം. അടുത്തത്, തിമ്മ ഈസ് എൻ ഇമ്പോർട്ടന്റ് കൾട്ടിവാർ ഓഫ്. തിമ്മ എന്ന് പറയുന്നത് ഏതിന്റെ ഇമ്പോർട്ടന്റ് കൾട്ടിവാർ ആണ്? റോസ്, ബൊഗൺവില്ല, ട്യൂബറോസ് ആൻഡ് ടൂലിപ്പ്. ആൻസർ വരുന്നത് ബൊഗൺവില്ലയാണ്. ബൊഗൺവില്ലയുടെ ഒരു ഇമ്പോർട്ടന്റ് കൾട്ടിവാർ ആണ് തിമ്മ. അതിന് പ്രത്യേകതയുണ്ട്, അതിന്റെ ലീവ്സ് വേരിഗേറ്റഡ് ആണ്, അതാണ് പ്രത്യേകത. അപ്പം അതിന്റെ പൂക്കൾ മാത്രമല്ല, അതിന്റെ ഇലകളും ഇച്ചിരി ഷോയി ആണ്, വേരിഗേറ്റഡ് ലീവ്സ് ആണ്, അതാണ് തിമ്മയുടെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ട്യൂബറോസ്? ട്യൂബറോസിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ അല്ലാത്തത് ഏതെന്നുള്ളതാണ്. ട്യൂബറോസ് ഇസ് എൻ ഓർണമെന്റൽ ബൾബസ് പ്ലാന്റ് ബിലോങ് ടു ദ ഫാമിലി അമാരൽഡേസിയ. അതെ, ശരിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. പ്രൊപ്പഗേഷൻ ഓഫ് ട്യൂബറോസ് ഇസ് ബൈ ബൾബ്സ്. ബോട്ട് ഷേപ്ഡ് ബൾബ്സ് ഓഫ് സൈസ് 2 to 3 centimeter ഈസ് ഐഡിയൽ ഫോർ പ്ലാന്റിംഗ്. ശരിയാണോ? ശരിയാണെന്ന് തോന്നുന്നു അല്ലേ. ബെസ്റ്റ് ടൈം ഫോർ പ്ലാന്റിംഗ് ഓഫ് ട്യൂബറോസ് മെയ് ടു ജൂലൈ. ഇതിൽ ഏതാണ് ആൻസർ? ഇത് എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ആൻസർ വരുന്നത് നൺ ഓഫ് ദി എബവ് ആണ്. ട്യൂബറോസിന്റെ സയന്റിഫിക് നെയിം നേരത്തെ പറഞ്ഞില്ലേ, അഗേവ് അമിക്ക എന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നടാൻ പറ്റിയ സീസൺ മെയ് ടു ജൂലൈ ആണ്. ഇതിന്റെ പീക്ക് ഫ്ലവറിംഗ് സീസൺ വരുന്നത് ജൂൺ ടു ഒക്ടോബർ ആണ്, ഓർത്തിരിക്കാം. ട്യൂബറോസും ഒരു കട്ട് ഫ്ലവർ ആയതുകൊണ്ട് നമ്മൾ ഫുള്ളി ആ സ്പൈക്ക് മൊത്തത്തിൽ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതിന് പുറമെ ട്യൂബറോസ് ലൂസ് ഫ്ലവർ ആയിട്ട്, അതായത് മാലയൊക്കെ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് അത് പൂക്കൾ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കട്ട് ഫ്ലവർ പർപ്പസിന് ഉപയോഗിക്കുമ്പോൾ അത് സ്പൈക്ക് മൊത്തത്തിൽ കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെഷന്റെ. ഹില്ലിംഗ് ആൻഡ് സ്കോറിംഗ് ആർ ദ മെയിൻ ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻസ് ഇൻ. ഇത് രണ്ടും ഒരു ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻസ് ആണ് ഏത് ഫ്ലവറിന്റെ? ഗ്ലാഡിയോളസ്, ചെർബറ, ഓർക്കിഡ്സ് ആൻഡ് റോസ്. ഓപ്ഷൻ എ ഗ്ലാഡിയോളസ് ആണ്. ഹില്ലിംഗ് ആൻഡ് സ്കോറിംഗ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നത് ഗ്ലാഡിയോളസിലാണ്, മറക്കണ്ട. ഇനി ഇതിന് പുറമെ എർത്തിങ് അപ്പും സ്റ്റേക്കിങ്ങും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലാതെ കാർണേഷനിൽ ചെയ്യുന്നത് നെറ്റിങ്, അതാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. കാർണേഷനിൽ ചെയ്യുന്ന നെറ്റിങ്. കാലിക്സ് ബാൻഡിങ് നേരത്തെ ഫോട്ടോയിൽ കാണിച്ചില്ലേ, കാലിക്സ് സ്പ്ലിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി കാലിക്സ് ബാൻഡിങ്. റോസിലാണെങ്കിൽ പിഞ്ചിങ്, ഡിസ്ബഡിങ്, ബെൻഡിങ് പോലത്തെ ഓപ്പറേഷൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്റർകൾച്ചറൽ ഓപ്പറേഷൻസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെഷൻ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.